മദീനയുടെ രാജകുമാരനായിരുന്ന ഈ ലോകം പടക്കാൻ കാരണക്കാരനായിരുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ മാതൃകയാണ് ഈ കാണുന്നത്. അങ്ങേയറ്റം സൗകര്യങ്ങളുള്ള കൊട്ടാരമായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭവനം. തീരെ സൗകര്യമില്ലാത്ത കുടിയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഭാര്യമാരുടെയും വീടുകളിൽ ചിലതിന്റെ ചുമർ ഇഷ്ടികയാണെങ്കിൽ ചിലതിൻ്റെത് കല്ലുകൾ അടുക്കി വെച്ചതായിരുന്നു. മേൽക്കൂരയാണെങ്കിൽ പലതിലും ഈത്തപ്പനയോല മാത്രമായിരുന്നു. ചില വീടുകളുടെ മേൽക്കൂരകൾ മനക്കഷ്ണങ്ങൾ അടുക്കി വെച്ച് ഓലയും മണ്ണും പാകിയതായിരുന്നു. ബഹുമാനപ്പെട്ട ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തിൽ ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരിൽ ഒരാളുടെ വീട്ടിൽ പ്രവേശിച്ചു. അതിന്റെ മേൽക്കൂര എന്റെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഉയരത്തിലായിരുന്നു. ജാഹിലിയ കവിതകളിൽ വീടിന്റെ ഉയരത്തിൽ പെരുമ നടിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതീവ ലാളിത്യവും വിനയവുമുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വലിയ കൊട്ടാരങ്ങൾ പണിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുന്ന ഹദിയ തന്നെ മതിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്തു.